എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കുഴക്കട്ട ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നമുക്ക് അതിന് വേണ്ടിയത് പച്ചരി മാവ്. 2 ഗ്ലാസ് മാവെടുത്ത് വെള്ളം നല്ലപോലെ വെട്ടിത്തിളപ്പിച്ച് അതിൽ ഞാൻ ആ മാവിലൊഴിച്ച് കുഴച്ച് കുറച്ച് ഉപ്പും കൂടെ ഇടണം, ഒരു നുള്ളുപ്പും ഇട്ട് നല്ലപോലെ കുഴച്ച് വൃത്തിയാക്കി വെക്കണം. നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കണ പോലെ ആ മാവ് റെഡിയാക്കി വെച്ച് അത് കഴിഞ്ഞ് ചെറുപയർ കുക്കറിൽ ഞാൻ വെച്ച് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് ഒരു ഉണ്ട ശർക്കരയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി അത് കട്ടിയാവുന്നത് വരെ നല്ല ഇതാക്കണം. ഒരു 2 സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അടി പിടിക്കുകയില്ല, അതിനൊരു ടേസ്റ്റും കിട്ടും. അങ്ങനെ ഞാൻ നെയ്യും കൂടെ ഇപ്പോൾ ഇടണം. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ വരട്ടിയെടുത്ത് ഇപ്പോൾ ഞാൻ അപ്പം തുറു റെഡിയായി. അത് മാറ്റി കുക്കറിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്കാക്കി വച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ തുറുവിനെ മാറ്റി നമ്മൾ ആറമയ്ക്കണം. തുറു നല്ലപോലെ ആറിക്കഴിഞ്ഞിട്ട് ആ മാവ് നേരത്തെ ഞാൻ ഉരുട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ മാവ് ഓരോന്നും ഇതേ രൂപത്തിലാക്കണം. വട്ടത്തിൽ ഒരു കുഴിയൊക്കെ നടുക്ക് കൊടുത്ത് ഇങ്ങനെ വച്ചിട്ട് ആ ഓരോ കുഴിയിലകത്തും ആ പയറെടുത്ത് വെച്ച് ഉരുട്ടി നമ്മൾ സ്റ്റീമറിനകത്ത് വയ്ക്കുകയാണ്. സ്റ്റീമറില്ലെങ്കിൽ ഇഡ്ഡലി കുട്ടുവത്തിനകത്ത് തട്ടിൽ നമ്മൾ പറക്കി വെച്ചാലും മതി. ഇതുപോലെ ഇങ്ങനെ വച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല എന്താണ് പറയുന്നത്, നല്ല മൊത്തം വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് കൊണ്ട് അടച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് മതി. എന്ന് വെച്ചാൽ നല്ല വെട്ടിത്തിളച്ച വെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ് മാവ്, പെട്ടെന്നങ്ങ് വേവും. ആ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുഴക്കട്ട റെഡിയാവും. ഞാൻ അപ്പോൾ അടച്ച് വെച്ച്. അപ്പം ഇങ്ങനെയാണ് ഈ കുഴക്കട്ട ഉണ്ടാക്കുന്നത്. ഈ പയറൊക്കെ നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചുങ്ങൾക്ക് പച്ച പയറൊക്കെ കൊടുത്താൽ ഭയങ്കര പാടാണ്. കറി വെച്ച് കൊടുത്താലും കഴിക്കാനൊക്കെ പാടാണ്. ഇതാകുമ്പോൾ ഒരു പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. അതിന് നല്ല ഗുണമുണ്ട്. സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ 2 കുഴക്കട്ടയൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി ആവിയിൽ വേവണത് കൊടുക്കണത് നല്ലതാണ്. കടയിൽ നിന്നൊക്കെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വീട്ടിൽ. നല്ല ടേസ്റ്റ് കിട്ടും. ഇതാണ് ഏറ്റവും നല്ലത്. അല്ല എണ്ണയിൽ ഉണ്ടാക്കണതോ കടയിൽ വാങ്ങിക്കണതോ നല്ലത്. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. സ്കൂളിൽ കൊണ്ടുപോകാനും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയാണ് കുഴക്കട്ട ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.